ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ഗൺ ചാലഞ്ച്, അതായത് ആദ്യം കിട്ടുന്ന 2 ഗണ്ണും കൊണ്ടാണ് അവസാനം കളി വരെ നോക്കാം. അതിൽ ചത്താലും ശരി, ജയിച്ചാലും ശരി. അപ്പോൾ നമ്മളിതാ നേരെ ഇറങ്ങുകയാണ്. നമുക്ക് മാക്സിമം ലൂട്ടൊക്കെ സെറ്റ് ആവണം. ഞാൻ നേരെ ആ ബോക്സിൻ്റെ മേലുണ്ട്, അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ മേലെ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ആ ബോക്സിൻ്റെ മേലെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് നല്ല ലൂട്ടൊക്കെ കിട്ടും. അപ്പോൾ നേരെ തപ്പോണു. നമ്മളതിന് കിട്ടിയത് XM80 ആണ് ഗൈസ്, ഫ്രീ ആയിട്ട്. XM80 ഒരു നല്ല ഗണ്ണൊക്കെ തന്നെ. ഓക്കെ, കൂടെ ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗണ്ണം കിട്ടി. ഗണ്ണിൻ്റെ പേര് തെറ്റാണെങ്കിൽ സോറി, എനിക്ക് അത്രേ അറിയുള്ളൂ. ഞാൻ കുറച്ച് 2 വർഷമായിട്ടുള്ളൂ കളിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഗണ്ണൊക്കെ സെറ്റാക്കുന്നുണ്ട്. അവിടെ അടുത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് നമ്മൾ കുറച്ചൊക്കെ കുമ്മി. ഓക്കെ, ഫൈറ്റ് ഇതാ നടക്കുന്നു. ഒരു എനിമീനെ ഞാൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാനേ അറിയുള്ളൂ എനിക്ക്. സ്കോപ്പ്. ഓക്കെ, അവനവിടെ കവറെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റഷ് ചെയ്യാന്ന് വിചാരിച്ചാൽ റഷ് ചെയ്തു. ഓക്കെ, റഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇഷ്ടംപോലെ എനിമീസ് ഉണ്ട്. ഓക്കെ, എൻ്റെ എനിമീനെ ഒരുത്തൻ കുമ്മിക്കളയുകയും ചെയ്തു. പിന്നീടൊരുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരുത്തൻ ഇങ്ങോട്ട് റഷ് ചെയ്യണതായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ജസ്റ്റ് സ്കോപ്പ് ചെയ്തപ്പോൾ കിട്ടി, ഹെഡ് കയറി കൊന്നു. ഓക്കെ, അപ്പോൾ അതാ അവിടെ ഒരു എനിമി ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. കുറച്ച് ഡാം കൊടുത്തിരുന്നു, പക്ഷേ അവൻ കവറെടുത്തു ഗൈസ്. നേരെ പോയി കവറെടുത്തു. ഞാൻ റഷ് ചെയ്ത് ചെന്നു. ഓക്കെ, നേരെ അവൻ ഉണ്ടായിരുന്നു, അവനെ കൊല്ലാൻ നോക്കി. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ ലാഗൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല പാടായിരുന്നു. നേരെ ഹെഡ് അടിച്ച് കൊന്നു. അപ്പം നമ്മളെ കൊല്ലാൻ നോക്കിയതാണ്, നമ്മളവനെ കൊന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പോഴും ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്ക് ഹീൽ ചെയ്തിട്ട് മേലെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. മേലത്തെ എനിമി ഇപ്പോൾ ഹോങ്കോങ് ഇട്ട് കയറിയപ്പോഴേക്ക് മേലത്തെ എനിമി താഴേക്ക് ചാടി. പിന്നെ അവൾ മേലെ കയറി, പിന്നെയും താഴേക്ക് ചാടി. ആ ഒരു അവസരം മുതലാക്കിയിട്ട് ഞാൻ 2ാമത്തെ കില്ലും 3ാമത്തെ കില്ലും കിട്ടിയിരിക്കുന്നു എനിക്ക്. അതായത് 3ാമത്തെ കില്ല് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശാന്തമായി. ഓക്കെ, ശാന്തമായിട്ട് നേരെ ഞാൻ പോയി എല്ലാത്തിൻ്റെ ലൂട്ട് ബോക്സ് ഒന്ന് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കൊക്കെ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഓട്ടം ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അതാ അവിടുന്ന് സ്ഥലം മാറ്റാണ്, ബാക്കിയുള്ളവരുടെയും കൂടി ലൂട്ട് ചെയ്തിട്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആമ താഴ്ന്ന് വീണിട്ട് മേലെ ഒന്ന് കയറി നോക്കി. അവിടെ വല്ലവരും ഉണ്ടോ നോക്കി, ഇല്ല എന്ന് ഉറപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ പോവായി. അവിടെ നിന്നൊക്കെ റിപ്പയറൊക്കെ ചെയ്ത് പോയി. ആദ്യം കൊന്നിട്ട് എൻ്റെ ലൂട്ട് ചെയ്യാൻ നിന്നില്ല, നേരെ മഷ്റൂം കഴിച്ചു. പിന്നെ മാക്സിമം മഷ്റൂം കയറ്റിക്കൊണ്ടിരിക്കുന്നു ഞാൻ. ഓക്കെ, കയറ്റാൻ നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ നേരെ നമ്മൾ അങ്ങോട്ട്, അതായത് ഭീമശക്തി സ്ട്രിപ്പിൻ്റെ ആ സൈഡത്തെ ഭാഗത്തേക്ക് പോവാന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഈ കളീൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാണ്ട്. നിങ്ങൾക്ക് എനിമി എന്ന സീരീസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ, അതായത് ഹീറോ ആയാലും വില്ലനായാലും ആരാണെന്ന് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ 2 ഗണ്ണെടുത്ത് കളിക്കൽ എന്ന് പറയുമ്പോൾ, ആദ്യത്തെ 2 ഗണ്ണെടുത്ത് കളിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് ടഫായിരിക്കുന്നതാണ്. ബട്ട് കുറച്ചൊക്കെ ഈസിയാണ്. ഓക്കെ, നമ്മളാരും കൊന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, നല്ല നല്ല ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഇവിടെ. പിന്നെ കുറേ എണ്ണത്തിനെ കൊന്നിട്ടിന്ന്. ഓക്കെ, അപ്പോഴാണ് ഞാൻ അവിടേക്ക് പോകുമ്പോഴാണ് ഒരു എനിമി കാറെടുത്ത് മേലേക്ക് കൊണ്ടുപോയിരുന്നു. കിട്ടിയില്ല, അടിച്ചെന്ന്, പക്ഷെ കിട്ടിയില്ല. നമ്മൾ നേരെ
അവനെ തപ്പിയിട്ട് അവനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. ഓക്കെ, നമ്മളതിൽ ഇപ്പോൾ സ്കൈലറുണ്ട്, ഹോങ്കോങ് ഉണ്ട്. അപ്പോൾ അതൊരു പേടിയില്ല. അപ്പോൾ നമ്മൾ മേലേക്ക് എത്തി. ഈ കളിയിൽ ടോട്ടൽ ഞാൻ 5 കില്ലെടുത്തു എന്നാണ് തോന്നുന്നു, അറിയില്ല. അവൻ അപ്പോഴേക്കും താഴെ ഉണ്ടായിരുന്നു. താഴെ വേറൊരുത്തനായിരുന്നു. അവൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ടപ്പ് ചെയ്തിട്ടുണ്ട്. അവനെയും തീർത്ത് വിട്ടിട്ടുണ്ട്, ഒരു ഹെഡ് ഷോട്ട് കൊണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അതിൻ്റെ നേരെ ആദ്യം പോയവിടെ തന്നെ പിന്നെ കണ്ടില്ല. ഞാൻ പിന്നെ സ്കോപ്പ് ചെയ്ത് നോക്കി, കണ്ടില്ല. ജീപ്പുണ്ട്, പക്ഷേ നമ്മളെ ഈ കളിയിലുള്ള റൂളിൽ ജീപ്പ് എടുക്കാൻ പറ്റില്ല. ജീപ്പ് വെഹിക്കിൾസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ ഇതിൻ്റെ ടാസ്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ നേരെ അവിടെ നിന്ന് ഓടി എനിമീസ് ഉണ്ടോ എന്ന് തപ്പി ഭീമാശക്തിൻ്റെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഭീമാശക്തിയിൽ തന്നെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എനിമീസ് ഇല്ലെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു ഡ്രോപ്പ് ലൂട്ട് ചെയ്യണ പോലെ തോന്നി. അപ്പോൾ ഡ്രോപ്പിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു എനിമി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതേപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ മോട്ടിവേഷൻ. കണ്ടോ, അവിടെ ഒരുത്തൻ എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അടിച്ച് പോയതാണ്. ഓക്കെ, പക്ഷേ ഞാനൊരു മണ്ടൻ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്തായിട്ട് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതൊന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് അതിലെന്താ ഒന്ന് നോക്കാനായിട്ടുണ്ട് ആകാംക്ഷയിൽ ഞാൻ FF ടോക്കൺ എടുത്തിട്ട് അത് അടിച്ചങ്ങ് പൊട്ടിച്ച് ശുഭം. ഓക്കെ, നേരെ നമ്മൾ പിന്നെ ക്യാമ്പ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചാൽ നേരെ കാണുന്ന വീട്ടിൽ പോയി ക്യാമ്പ് ചെയ്യാമെന്നാണ്. പിന്നെ നമ്മൾ ആ സൈഡിലുള്ള വീടില്ലേ, ഏതാണ് ആ സൈഡിലുള്ള വീട്ടിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഗെയിമിൻ്റെ വോയിസ് ഇല്ലാത്തതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതാ ആ ഒരു ഹൗസ് കയറിയിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു, അവിടെ എനിമി ഉണ്ടോ എന്ന്. അതുകൊണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കി അവിടെ. ഓക്കെ, സ്കോപ്പ് ചെയ്തു, പക്ഷെ കണ്ടില്ല. ഞാൻ ആ മരത്തിൻ്റെ പിന്നിൽ കവർ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നേരെ ചുറ്റിക്കറങ്ങി ഒരു ഗ്ലൂ ഇട്ട് നേരെ പോയി. അവനെ ഞാൻ ആദ്യം സ്കോപ്പ് ചെയ്തിട്ട് തല്ലാൻ നോക്കിയിരുന്നു. സ്കോപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല അവനെ. ഓക്കെ, സ്കോപ്പ് ചെയ്തിട്ട് തല്ലാൻ നോക്കിയിരുന്നു ഞാൻ, പക്ഷെ സ്കോപ്പ് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. ആളെ തല കാണുന്നുണ്ട്, പക്ഷെ അടിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. ആളെ തലയിട്ട് നോക്കുന്നവൻ. അപ്പോൾ നമ്മൾ തലയിട്ട് നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ എന്തോ അണിയത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കയറിക്കൊണ്ടിരുന്നു. കയ്യിലൊരു നെയ്ഡുണ്ടായിരുന്നു. നേരെ അത് കുക്ക് ചെയ്തു, വലിച്ചെറിഞ്ഞു. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. അവൻ അവിടെ നിന്ന് മാറി നേരെ സ്റ്റേഴ്സിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നെ കാത്തിക്കുകയാണ്. ഓക്കെ, അവനെ ഞാൻ കുറച്ച് ഡാം കൊടുത്തിരുന്നു അവന്. ഓക്കെ, പിന്നെ കയ്യിലുള്ള നെയ്ഡും കഴിഞ്ഞു. അവനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ചുറ്റിനും കിടന്നൊന്ന് ഒരു വട്ടം ഓടി. ഓക്കെ, പിന്നെ അവനായിട്ട് തന്നെ എന്താണ് ഹോങ്കോങ് ഇട്ട് കയറാമെന്ന് ചോദിച്ചപ്പോൾ അവനായിട്ട് തന്നെ താഴെ വന്ന് നേരെ ആ കില്ലും കിട്ടി. ഈ കളിയിൽ മുഴുവൻ ബോട്ടുകളായിരുന്നു. ഓക്കെ, നേരെ ആ കില്ലും കിട്ടി. ഓക്കെ, ഞാൻ നേരെ അതിൻ്റെ മേലെ ഇങ്ങോട്ട് കയറി എന്നിട്ട് ലൂട്ട് ചെയ്തു. അപ്പോഴാണ് അവിടെ ആ ഡ്രോപ്പിൻ്റെ അവിടെയായിട്ട് ചെക്കന്മാർ തല്ലു പിടിക്കുന്നുണ്ട്. ആ ഒരു സ്കൈലറാണെന്ന് തോന്നുന്നുണ്ട്, അതിൽ അറിയില്ല. ഓക്കെ, അവനെ ഡാം കൊടുത്തു. അപ്പോഴേക്കും അവിടുന്ന് സൈഡിൽ നിന്ന് അടി വന്നപ്പോൾ ഞാനിരുന്നു. അവനെ അടിക്കാനായി ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി. ഇവിടുന്ന് പറ്റില്ല എന്ന് കണ്ടപ്പോൾ നേരെ താഴെ ഇറങ്ങിയിട്ട് നമ്മൾക്ക് അവനടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ താഴെ ഇറങ്ങിയിട്ടൊരു മരത്തിൻ്റെ സൈഡിൽ ഇവിടെ കുത്തിയിരുന്ന് നോക്കിയപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് അടി വന്നു. ഞാനങ്ങ് ചത്തിട്ടുണ്ട്. ഓക്കെ, നല്ലവനാ, നല്ലതല്ല, അത് മാക്സാണ്.
ആ കളിക്കാൻ അറിയുന്നവരൊക്കെ കളിച്ച് പോട്ടെ. ഞാൻ ഒരു ലൈക്ക് ഇട്ടെടുത്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ.